കമന്റ്സിന്റെ കമന്റ്സ് തരും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എല്ലാവരും നല്ലവരല്ലല്ലോ. എല്ലാവരും എല്ലാവരും നല്ലവരല്ല. മനസ്സ് നല്ലതല്ല. പകുതി കേടുള്ള മനസ്സുണ്ടാവും, ഫുൾ കേടുള്ള മനസ്സുണ്ടാവും, നല്ല മനസ്സുണ്ടാവും. അത്രയുള്ള അതിന്റെ കാര്യം. അതിന് തന്നെ എല്ലാവരും ഞാൻ പറയുമ്പോഴേ ഇപ്പൊ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കണ്ട പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ബാധിക്കുന്ന കേസാണെങ്കിൽ പ്രതികരിക്കണം. നമ്മൾ ബാധിക്കാത്ത കേസിന് പ്രതികരിക്കേണ്ട പ്രതികരിക്കുക. പക്ഷെ നമ്മൾ ഈ തെറി പറയാം അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത. പ്രതികരിക്കൽ വേറെ, തെറി പറയുന്നത് വീട്ടിലുള്ള ആൾക്കാർ അവിടെ ഇവിടെ അവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹേർട്ടായിട്ടുള്ള സംഭവം പറയില്ലേ, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പ്രശ്നമല്ല, നമ്മളെ കൊണ്ട് ആരെങ്കിലും ഹേർട്ടായി എന്ന് കേട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ മറ്റേ ഫുഡ് തട്ടിത്തെറിപ്പിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇവിടെ നമ്മുടെ വൈറലായ വീഡിയോ ഇല്ലേ, ഫുഡ് ഗൾഫിൽ പോവാൻ, അതല്ല എന്താണ് ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ ഫുഡ് തട്ടി തരില്ല നിങ്ങൾക്ക്, ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെയാണ് എന്നാണ് എല്ലാവരുടെയും വിചാരം. ഞാൻ എന്നും കാക്കുനും ഇവിടെ ഫുഡ് തട്ടിക്കൊടുക്കലാന്ന് എല്ലാവരും വിചാരം. എത്ര പേരെ എന്റെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞു. അതെ അതെ, അത് നമ്മുടെ വിജയാട്ടോ. അതല്ല അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഞാനും കാക്കും അങ്ങനെയാണെങ്കിൽ ഒരു സാലറി കിട്ടാൻ വൈകിയാൽ ഭർത്താവിനെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്ന വൈഫാണ് ഞാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് റീല് ചെയ്യാൻ പറ്റുമോ? ഗൈസ്, ഞങ്ങൾ അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടാണ് ഇവിടെ വന്ന് അഭിനയിക്കുന്നത്. അതൊന്നും ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതെനിക്ക് തോന്നുന്നതേ എന്റെ അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ശരിക്കും റിയലാന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ കമന്റ് ചെയ്യണതെന്നാണ്. ശരി, ഞാൻ പോട്ടെ. മനസ്സിലായില്ലേ? പിന്നെ ഞങ്ങൾ അറിയുന്നവർക്ക് അറിയാം, പിന്നെ ഞാൻ ഒരു പാവാണെന്നും അല്ലേ, പാവാണെന്നും അല്ലെങ്കിൽ രണ്ടാളും പ്രതികരിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നും. എനിക്ക് പറ്റാത്തണ്ട ഞാനും പ്രതികരിക്കും, നല്ല ഇടപെടും, അതുപോലെ ഇടപെടും. ഞങ്ങൾ അറിയുന്നവർക്ക് അറിയാം. അപ്പൊ അറിയാത്തവരാണ് ഞാൻ ഇടപെടില്ല, ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എന്തെങ്കിലും കണ്ടു ഇപ്പൊ കൺമുന്നിലൊരു ശവോ ഇടപെടാതെ അങ്ങനെയല്ല, ഒരു അനീതി നടക്കണത് കണ്ടാ ഞാൻ ഇടപെടും. അല്ലാണ്ട് എന്നെ ബാധിക്കാതെ. ഇപ്പൊ എന്നെ പറ്റി എന്തോരം ആൾക്കാർ, നമുക്ക് അറിയണ ആൾക്കാർ തന്നെ കുറ്റം പറയാറുണ്ട്. നമ്മൾ പറയില്ലേ എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഫാമിലിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എത്ര ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാൻ ഇടപെടാറുണ്ടോ? ഞാനിങ്ങനെ കേൾക്കും, ഇങ്ങനെ കളയും, അത്രേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവ് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കുള്ള നമ്മുടെ ഈ ഒരു ലെവലിലെത്തി. മീൻസ് അങ്ങനെയല്ല, നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ കാര്യം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കും, വൃത്തി കിടക്കുന്നുണ്ട്. എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും. അത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു അതെ, ഒരു ഭയങ്കര വലിയൊരു പാടാണത്. നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കും, ഒന്നിലും ഇടപെടാതെ. അത് നേരത്തെ പറഞ്ഞല്ലോ, അനീതികൾക്കെതിരെ പ്രതികരിക്കാം. നമുക്ക് അനീതികളൊന്നും വരാത്തോണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. പിന്നെ അല്ലേ, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. കല്യാണ സമയത്ത്